നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, രാജേഷ് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ നമുക്കിത് നല്ല വണ്ടിയാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഞാനത് ചുരുക്കത്തിൽ പറഞ്ഞുതരാം. വണ്ടികൾ നമ്മൾ ഭംഗി നോക്കി വണ്ടിയായാലും മനുഷ്യനായാലും സെലക്ട് ചെയ്യരുത്. ഭംഗിയൊക്കെ കാണാനുണ്ടാവും, പക്ഷേ നമ്മൾ മെയിനായിട്ട് ഒരു സാധാരണക്കാരൻ ഇപ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ കാണില്ല, സെക്കൻഡ് വണ്ടികൾ ചൂസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് വണ്ടികൾ ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ വണ്ടി ചെന്ന് നോക്കുന്നു. ആദ്യം വണ്ടിയുടെ ബോഡി കാര്യങ്ങൾ ആ ഭംഗിയുണ്ട്, കുഴപ്പമില്ല, എടുക്കാം. ഭംഗി നോക്കി ഒരിക്കലും ഒരു കാരണവശാലും വണ്ടിയായാലും എന്ത് സാധനമായാലും എടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ ആദ്യം ചെല്ലുക. ഏത് ബ്രാൻഡിൽപ്പെട്ട വണ്ടിയായാലും നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വണ്ടി കിട്ടുകയാണെങ്കിൽ ആദ്യം പോയി നോക്കുക. ആദ്യം RC ബുക്ക്, ഇൻഷുറൻസ് രണ്ടും പക്കയാണെന്ന് നോക്കുക. RCയിൽ ഇൻഷുറൻസിന് ഒരാളെ പേരാണെന്ന് നോക്കുക. ഇൻഷുറൻസ് പാക്കേജാണോ, ബമ്പർ ടു ബമ്പറാണോ. പഴയ വണ്ടിയാകുമ്പോൾ നോർമൽ പാക്കേജ് പോളിസി ആയിരിക്കും. മെയിനായിട്ട് RC ബുക്ക് നോക്കുക. ചിലപ്പോൾ RC ബുക്ക് മാറി സെക്കൻഡ് തേർഡ് ഓണറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ RC ബുക്ക് ഇൻഷുറൻസും നോക്കി ഓക്കെ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത്, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. സെക്കൻഡ് എടുക്കുന്നവർ ഒരുപാട് പേര് പെട്ടുപോയി, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ RC ബുക്ക് ഇൻഷുറൻസ് ഓക്കെ, ബമ്പർ ടു പാക്കേജ് ഇൻഷുറൻസ് ഉണ്ട്. RC ബുക്കിൽ ഒരാളെ പേര് തന്നെയാണ്, സിംഗിൾ ഓണറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്ത് ചെല്ലുന്നു, വണ്ടി ചുറ്റും കറങ്ങി നിന്ന് നോക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് കിലോമീറ്റർ 50,000-നകത്ത് അല്ലെങ്കിൽ 1,00,000-നകത്ത് ഓടിയ വണ്ടികളാണെങ്കിൽ കുഴപ്പമില്ല. പെട്രോളും ഡീസലും സെലക്ട് അവരുടെ ഇഷ്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ കിലോമീറ്റർ ആദ്യം നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ടയർ 4 ടയർ നോക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനി അത് നോക്കുക. അപ്പോൾ ടയർ അത്യാവശ്യം സെക്കൻഡ് ടയറാണോ ഫസ്റ്റ് ടയർ തന്നെയാണോ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇതിൻ്റെ കട്ട ടയറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, അത് ഞാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ ബോഡി നോക്കുക. ബോഡി നോക്കുമ്പം നല്ല കുട്ടപ്പനായിട്ട് ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്, യാതൊരു പ്രശ്നമില്ല, അത് നമ്മൾ എടുക്കാൻ നോക്കും. ബോഡി നോക്കുക. അത് കഴിഞ്ഞിട്ട് ബോണറ്റ് പൊക്കി നോക്കുക. വണ്ടി തട്ടോ മുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാറ്ററി, സെക്കൻഡ് ബാറ്ററി ആണോ ഫസ്റ്റ് ബാറ്ററി ആണോ, ബാറ്ററിയുടെ വാറണ്ടി കാർഡുണ്ടോ അതും അന്വേഷിക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോവുകയാണ്. ടെസ്റ്റ് ഡ്രൈവ് പോകുമ്പം സാമാന്യം ഒരുവിധം ഡ്രൈവിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും വണ്ടിയെ ലിഫ്റ്റ് ചെയ്ത് നോക്കുക. അണ്ടർ ബോഡി, ചില വണ്ടികൾക്ക് തുരുമ്പ് കാണും, നമ്മൾ ശ്രദ്ധിക്കില്ല. ഓക്കെ, അണ്ടർ ബോഡി മെയിനായിട്ട് ചെക്ക് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് അണ്ടർ ബോഡി ചെക്ക് ചെയ്ത് വേറെ പ്രശ്നമില്ല. പിന്നെ അകത്ത് കയറിയിട്ട് ഈ മാറ്റ് ഉണ്ടല്ലോ, വണ്ടിയുടെ ഫ്ലോർ മാറ്റ്, അതെല്ലാം മൊത്തം മാറ്റിയിട്ട് പ്ലാറ്റ്ഫോം അത് തുരുമ്പോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. സാധാരണ നമ്മളിപ്പം ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ ഏത് ബ്രാൻഡിൽപ്പെട്ട വണ്ടിയാണെങ്കിലും ഏത് ഡീലർഷിപ്പിലും അതിൻ്റെ ഹിസ്റ്ററി അറിയാൻ പറ്റും. കിലോമീറ്റർ നോക്കിയിട്ട് ഹിസ്റ്ററി, വണ്ടി തട്ടോ മുട്ടോ കാര്യങ്ങളുണ്ടെങ്കിലും റെഗുലർ സർവീസ് ആണെങ്കിലും നമുക്കറിയാൻ സാധിക്കും. പിന്നെ തട്ടലോ മുട്ടലോ ഉണ്ടെങ്കിൽ പുറത്ത് ലോക്കൽ വർക്ക്ഷോപ്പിലോ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഹിസ്റ്ററി വരില്ല, അത് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, എപ്പോഴും പിന്നെ രണ്ടാമത് വാറണ്ടി ഉണ്ടോ, വാറണ്ടി ഇനി നമുക്ക് എടുക്കാൻ സാധിക്കുമോ, ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡീലർഷിപ്പ്, അതായത് ഇപ്പം ഏത് ഡീലറാണോ ആ ട്രൂ വാല്യൂ ഷോപ്പ് കാണും, അവർ ത്രൂ എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് 3-4 സർവീസ് വരെ ഫ്രീ കിട്ടും. പിന്നെ അവരെ വാറണ്ടി കിട്ടും. പിന്നെ ഇവർ ഈ തട്ടിയ വണ്ടി മുട്ടിയ വണ്ടിയൊന്നും ഇവർ സെയിൽ ചെയ്യാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യാറില്ല. അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ ബൈ ഹാൻഡ് ഒരു വ്യക്തിയെ പരിചയമുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ചാടിക്കയറി ഒരു കാരണവശാലും വണ്ടി എടുക്കരുത്. എടുത്തവർ പെട്ടുപോയിട്ടവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഹോണ്ട അങ്ങനത്തെ ബ്രാൻഡുള്ള വണ്ടി എടുത്തിട്ട് പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ്. ഓക്കെ, മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫ്രണ്ട്സുകൾ കുറച്ച് പേര് ഈ ഒരു ഡീലിംഗ് ചെയ്യുന്നുണ്ട്. അവർ നല്ല പക്കയായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുള്ളൂ. ഞാനൊരു 3-4 പേർക്ക് വണ്ടി എടുത്തു കൊടുത്തു, നല്ല അഭിപ്രായമാണ്. നമുക്ക് സർവീസ് ആയാലും പെയിൻറ്റ് വെക്കാൻ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ ചാടിക്കയറി വണ്ടി എടുക്കരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. പിന്നെ രജിസ്ട്രേഷൻ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ പോലെ RC ബുക്ക്, ഇൻഷുറൻസ്, ഇത് രണ്ടും പക്കയെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലൂടെ നിങ്ങൾ പോകുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. സെക്കൻഡ് ഹാൻഡ് വണ്ടി നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ സുഹൃത്തുക്കൾ അത് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് നല്ല വണ്ടി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.